I'm Ennemcien. Some short answer type questions from electrostatics. First one. A charged rod attracts bits of dry cork dust, which after touching the rod often jump violently away from it. Explain. ചാർജ് ചെയ്തൊരു റോഡ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചാർജുള്ളൊരു റോഡ് ഡസ്റ്റ് പാർട്ടിക്കിളിനടുത്ത് പിടിച്ചാൽ ഇത് അട്രാക്റ്റ് ചെയ്യും. പക്ഷെ അത് ടച്ച് ചെയ്താൽ ഇത് അതിൽ നിന്ന് തെറിച്ചു പോകും. എന്താ കാര്യം? അടുത്ത് പിടിക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് ചാർജാണ് കോർക്ക് ഡസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് ചാർജ് എപ്പോഴും അടുത്ത് നെഗറ്റീവോ അൺലൈക്ക് ചാർജ്. സോ എ നെറ്റ് അട്രാക്ഷൻ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ള ചാർജ് അതിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ സൈൻ സെയിം ആണ് ചാർജിൻ്റെ. സോ ദേ വിൽ റിപ്പൽ. സോ വെൻ ദി charged rod is held close, induced charge of opposite side is formed on the cork dust, which results in a net force of attraction. On touching, charges of same sign are shared so that a repulsion is produced. Second question. Why do electrostatic experiments not work well on humid days? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എക്സ്പെരിമെൻ്റ് ചാർജ് ചെയ്തിരിക്കുന്ന ബോഡി, നമ്മുടെ എക്സ്പെരിമെൻ്റൽ ബോഡി എത്രയും നേരം ചാർജ് അത് മെയിൻറ്റെയിൻ ചെയ്യണം എക്സ്പെരിമെൻ്റ് തീരുന്നിടം വരെ. പക്ഷേ ഹ്യൂമിഡ് ഡേയ്സ് ആകുമ്പോൾ, ഹ്യൂമിഡ് എയർ ആകുമ്പോൾ അതിനകത്ത് OH അയോണും ഒക്കെ ഉണ്ടാകും, ചാർജ്ഡ് അയോൺസ് ഉണ്ടാവും. These ions will neutralize charge on the experimental body. So humid air contains charged ions. These ions will neutralize charge on the experimental body. That is the reason. Another one. A positively charged glass rod attracts a suspended object. Can we conclude that the object is negatively charged? B. Part A. Part B. A positively charged glass rod repels a suspended object. Can we conclude that the object is positively charged? പോസിറ്റീവ് ചാർജുള്ള ഒരു ഗ്ലാസ് റോഡ് ഒരു സസ്പെൻഡ് ചെയ്ത ബോഡിയുടെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സസ്പെൻഡഡ് ബോഡിയിൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമോ? ഇതാ ചോദ്യം. പറ്റില്ല. ഇത് അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് ചാർജ് ഓഫ് ഓപ്പോസിറ്റ് സൈൻ ഈ ഗ്ലാസ് റോഡിൻ്റെ അടുത്ത ഫേസിൽ, സസ്പെൻഡഡ് ബോഡിയുടെ ഗ്ലാസ് റോഡിനോട് ചേർന്നുള്ള ഫേസിൽ ഫോം ചെയ്യും. And a force of attraction will be created. അപ്പോൾ അട്രാക്ഷൻ ഒരിക്കലും അതിൽ സസ്പെൻഡഡ് ബോഡി ചാർജ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഷുവർ ടെസ്റ്റ് അല്ല. പക്ഷെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഇൻഡക്ഷൻ മൂലം പോസിറ്റീവ് ചാർജ് അതിൽ ചെല്ലില്ല. സോ വെൻ അട്രാക്ഷൻ ഈസ് ഒബ്സർവ്ഡ് ഫോർ പാർട്ട് എ, induced charge may be the cause. Induced charges are of opposite sign near the charging body so that they will attract. So that doesn't conclude that the suspended body has a negative charge. That may be present due to induction. So in the first case, or A, attraction may be due to induced negative charge on the suspended body. So we cannot conclude that the body already possesses negative charge. But repulsion is a sure test to say that
the suspended body has a positive charge, because by induction, like charge won't appear on the near face. Next, is Coulomb force that one charge exerts on another changed if other charges are brought nearby? Name the laws that supports your answer. ഒരു ചാർജ് മറ്റൊരു ചാർജിൽ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മറ്റ് ചാർജ് ബോഡികൾ കൊണ്ടുവന്നാൽ മാറുമോ എന്ന ചോദ്യം. നോ. രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഏതെല്ലാം ചാർജ് ഉണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റാണ്. പക്ഷേ റിസൾട്ടൻ്റ് ഫോഴ്സ് മാറാം. ആ ഫോഴ്സ് കിട്ടുന്ന ബോഡിയിലുള്ള ചാർജിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് മാറാം. പക്ഷേ ഈ ചാർജ്, ഈ സ്പെസിഫൈഡ് ചാർജ്, അതിൽ കൊടുക്കുന്ന ഫോഴ്സ് മാറില്ല. സോ ദ presence of other charges won't affect force of attraction between two charges. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഫോഴ്സസ്, അക്കോർഡിംഗ് ടു വിച്ച്, അത് പറയണമെന്നില്ല, നെയിം ചെയ്യാനേ ചോദിച്ചുള്ളൂ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രസൻസ് ഓഫ് അതർ ചാർജസ്, ഓർ force experienced by a charge, or a charge exerts force on other charge as if another charges are absent. So charge, net charge only on a charge is the vector sum of all the forces. Remember, charge between any two charges is independent. Force between any two charges is independent of presence of other charges. And basic principle behind this is superposition principle. Next, electric intensity of an electric charge is of the form K by R square, small r. What is the work required to displace Q coulomb of charge from R equals small a to R equals small b? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി K by R സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സാണ് അവിടെ വരുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് എവിടെ വന്നാലും അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും K by R ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗ്രാവിറ്റിയിലും ഒക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. Q1 Q2 K ഇൻറ്റു Q1 കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 by R സ്ക്വയർ ആ ഫോഴ്സ്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1/4πε0 അല്ലെ K ഇൻറ്റു Q by R സ്ക്വയറാണ്. പക്ഷേ പൊട്ടൻഷ്യൽ കാണുമ്പോൾ Q by R വരത്തുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ഓർ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്, W/Q. സോ W ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് V ഇൻറ്റു Q. ഇവിടെ ഇപ്പോൾ ഇൻറ്റൻസിറ്റി K by R സ്ക്വയർ എന്നാണ്. ദറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഈസ് K by R. ആ K by R എന്ന് പറഞ്ഞാൽ W/Q ആണ്. സോ W ഈക്വൽസ് K by R ഇൻറ്റു ഡിസ്പ്ലേസ് ചെയ്യേണ്ട ചാർജ് VQ. സോ എയിലായിരിക്കുമ്പം പൊട്ടൻഷ്യൽ K by R ആണ് പൊട്ടൻഷ്യൽ. അത് RA ആകുമ്പം പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിൻ്റ് ഈസ് K by A. ബിയിലായിരിക്കുമ്പം പൊട്ടൻഷ്യൽ K by B. എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു പോയിൻറ്റ്സ് ഈസ് K by A മൈനസ് K by B. എങ്കിൽ work required to displace a charge Q from one point to the other is Q into this much, or Q into bracket K by A minus K by B. That is the answer. Another one. Electric lines of force never cross. Why? Electric lines of force in the
ടാൻജൻറ്റ് എവിടെ വരച്ചാലും ആ ടാൻജൻ്റാണ് ആ പോയിൻറ്റിലെ ഫീൽഡ് ഡയറക്ഷൻ. ഒരു പോയിൻറ്റിൽ ഒരു ഡയറക്ഷനേ ഉണ്ടാവാൻ പറ്റൂ. ചാർജ് ഒന്നുകിൽ അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതൊരു ഒരു സ്പെസിഫിക് യുണീക്ക് ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് direction, or its direct, there is only one direction of intensity at a point, and this intensity is given by tangent to the line of force. If two lines cross, two tangents are possible at the point of intersection, which means two directions are possible at a single point. That is not possible. So lines of force cannot cross. Next, a point charge is placed at the center of a spherical Gaussian surface. Is the electric flux changed if the surface is replaced by a cube? B, the charge is shifted from the center of the sphere somewhere to some other point inside the sphere. ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്ഫെറിക്ക് ഗോസിയൻ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഇരിപ്പുണ്ട്. ഈ സ്ഫിയർ മാറ്റിയിട്ടൊരു ക്യൂബിക്കൽ സർഫസ് വച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് മാറുമോ എന്നാണ് ചോദ്യം. നോ. ഒരു ചാർജ് പുറത്ത് വിടുന്ന ഫ്ലക്സ് അത് ചുറ്റുപാടുമുള്ള സർഫസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചാർജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു കുളമ്പ് ചാർജിൽ നിന്നും 1/ε0 ലൈൻസ് പുറത്ത് ചാടും, ഫ്ലക്സ് ലൈൻസ്. എങ്കിൽ ക്യൂ കുളമ്പ് ചാർജിൽ നിന്നും പുറത്തു പോകുന്ന ഫ്ലക്സ് 1/ε0 ക്യൂ ആണ്. അല്ല, Q/ε0 ലൈൻസ് പോസിറ്റീവ് ചാർജാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് ഏത് സർഫസ് ആയാലും ഇതിന് ചുറ്റും ഇരിക്കുന്ന സർഫസിനെ ക്രോസ് ചെയ്ത് പോയേ പറ്റൂ. പക്ഷേ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് മാറ്റം വരാം. ആ സർഫസിൻ്റെ ഷേപ്പ് അനുസരിച്ച് പല ഭാഗത്ത് സർഫസിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് മാറ്റം വരാം. ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ദി സെയിം. അതുമല്ല, ടോട്ടൽ ഫ്ലക്സ് ഈ ചാർജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആൻസർ എ, ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച്ഡ് ഇഫ് ദി സർഫസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ക്യൂബ്? നോ. ടോട്ടൽ ഫ്ലക്സ് from the charge is a constant, and that is Q/ε0, whatever be the shape of the surface. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, ദി ചാർജ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ബട്ട് ഇൻസൈഡ് ഇറ്റ്. ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുക, നോ ചേഞ്ച്. പക്ഷേ സർഫസിലെ ഫ്ലക്സ് ഡെൻസിറ്റി മാറാം. ചാർജ് സർഫസിൻ്റെ ഏത് ഭാഗത്തോട്ടാണ് അടുത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഭാഗത്ത് ഇൻറ്റൻസിറ്റി അല്ലെ ഫ്ലക്സ് ഡെൻസിറ്റി മാറാം. പക്ഷേ ടോട്ടൽ ഫ്ലക്സ് സ്ഫെറിക്കൽ സർഫസിൽ കൂടെ കടന്നു പോകുന്നതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് കേസിലും നോ ചേഞ്ച്, ബിക്കോസ് ഫ്ലക്സ് എമനേറ്റഡ് ഫ്രം എ charge depends on magnitude of the charge, and that is Q/ε0. Another one, a spherical rubber balloon carries a charge that is uniformly distributed over its surface. ഒരു സ്ഫെറിക്കൽ ബലൂണ് അതിൻ്റെ സർഫസ് യൂണിഫോമായിട്ടൊരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൗ ഡസ് E, electric intensity, vary for points? A, inside the balloon, B, at the surface of the balloon, and C, outside the balloon as the balloon is blown up. ഒരു ബലൂൺ, ഒരു സൈസുള്ള ഒരു ബലൂണ്, അതിൻ്റെ സർഫസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക സിഗ്മ ഉണ്ട്, ചാർജ് ഡെൻസിറ്റി. ഈ ബലൂണ് വീർപ്പിക്കുന്നു, ബ്ലോൺ അപ്പ് ചെയ്യുന്നു, വലുതാക്കുന്നു. എങ്കിൽ അതിന് ഇൻസൈഡിലെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. നോ. ഇൻറ്റൻസിറ്റി ഈസ് 0 ഇൻസൈഡ് ദി ബലൂൺ, വാട്ട് എവർ ബി ദി സൈസ്. കാരണം ചാർജ് ഇതിപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ല് പോലെ ചാർജ് ഷെല്ലിൻ്റെ റേഡിയസ് എത്ര ആയാലും ആ ഇൻറ്റൻസിറ്റി അകത്ത് 0 ആയി.
E is 0, whatever be the size of the balloon. അടുത്തത്, at the surface of the balloon. സർഫസിലെ ഇൻറ്റൻസിറ്റി സിഗ്മയ്ക്ക് പ്രൊപ്പോർഷനില്ല, ചാർജ് ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷനില്ല. ടോട്ടൽ ചാർജ് ഇവിടെ മാറുന്നില്ല, പക്ഷേ ബ്ലോ അപ്പ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ കൂടുക. ഇപ്പോൾ Q/A, സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് Q/A കുറയും. ചാർജ് ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് സർഫസിലെ ഇൻറ്റൻസിറ്റി കുറയും. സോ when the balloon is blown up, surface density of charge will decrease and its intensity will also decrease accordingly. മൂന്നാമത്തെ പോയിന്റ്, ഔട്ട്സൈഡ് ദി ബലൂൺ നോ ചേഞ്ച്. കാരണം ഈ ബലൂൺ എത്ര സൈസ് ഉണ്ടെങ്കിലും ഈ ചാർജ് മൊത്തത്തോടെ ബലൂണിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഫലമാണ് റിസൾട്ട്. അത് നമ്മളെ ഷെല്ലിലുമൊക്കെ കണ്ടതാണ്. അപ്പോൾ ഔട്ട്സൈഡിലെ ഇൻറ്റൻസിറ്റിക്ക് ബലൂൺ ഊതി വീർപ്പിച്ചാൽ വലുതാക്കിയാൽ നോ ചേഞ്ച്, because that depends only on the intensity outside a point depends only on the total charge on the sphere. Intensity inside is always 0, whatever be the radius of the sphere and whatever be the charge on the sphere. But on the surface, intensity will decrease as the balloon is blown up, because surface density of charge Q/A is reduced. ബാക്കി ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, താങ്ക് യു.